ഓക്കെ ഗായ്സ്, ദെൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ ഇ കോമേഴ്സ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ ഇ കോമേഴ്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ സ്വന്തം ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൻ്റെ ലാസ്റ്റ് ഇയർ 1 CR റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൻ്റെ ലൈവ്ലി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. സോ ആരും മിസ് ഔട്ട് ചെയ്ത വീഡിയോ മൊത്തം കാണണം. ഒപ്പം തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ, എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ എല്ലാവരും ഈ വീഡിയോ മൊത്തം മുഴുവൻ കാണുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ഒരു വിഭാഗമാണ് നമ്മുടെ സപ്ലൈ സിസ്റ്റം, സപ്ലയർ ആയിട്ടുള്ളൊരു ബന്ധം. സോ ഇതിൽ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് നമ്മൾ സപ്ലയർ വെയർ ഹൗസിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പേഴ്സിന് പ്രൊഡക്റ്റ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ ലൈവിലി കാണിക്കുന്നുണ്ട്. വിത്ത് പാഴ്സലിലെ ഫോട്ടോ വെച്ച് ലൈവിലി നമ്മൾ കാണിക്കുന്നുണ്ട്. സോ എല്ലാവരും മിസ് ഔട്ട് ചെയ്താൽ മൊത്തം ഈ വീഡിയോ കാണുക. സോ ലെറ്റ്സ് ഗോ ടു ഡ്രോപ്പ് ഷിപ്പിംഗ്. സോ ഗൈസ്, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണ്? സോ നമ്മൾ സ്വന്തമായൊരു പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യാതെ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഓർഡേഴ്സ് വേറൊരു സപ്ലയർ ആ ഒരു കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യുന്നില്ല, നമുക്ക് അതിൽ ഇൻവെൻറ്ററിയുടെ ആവശ്യമില്ല. വിത്ത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല. സാധാരണ കടയാകുമ്പോൾ ഒരു കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ബൾക്കായിട്ട് സ്റ്റോക്ക് വേണം, കീപ്പ് ചെയ്യണം, ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു സ്റ്റോർ നമ്മളായിട്ട് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ, നമ്മളേതായിട്ടുള്ള സപ്ലയറെ കണക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിലേക്ക് ഒരു കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്യുന്നു. കസ്റ്റമർ പ്ലേസ് ഓർഡർ ഫ്രം നമ്മുടെ ഈ ഒരു സ്റ്റോറിൽ നിന്ന്. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ഓർഡർ എന്ത് ചെയ്യുന്നു, സപ്ലയറിലേക്ക് നമ്മൾ ആ ഒരു ഓർഡർ ഫോർവേഡ് ചെയ്യുന്നു. സപ്ലയർ എന്ത് ചെയ്യുന്നു, സപ്ലയർ ആ ഒരു ഓർഡർ പാക്ക് ചെയ്ത് കറക്റ്റ് രീതിയിൽ നമ്മുടെ ലാബിലൊക്കെ ഒട്ടിച്ച് നമ്മുടെ പേരൊക്കെ ഒട്ടിച്ച് സപ്ലയർ എന്ത് ചെയ്യുന്നു, നേരെ കസ്റ്റമർക്ക് സെൻഡ് ചെയ്യുന്നു. ആ ഒരു കസ്റ്റമർ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഈ ഒരു സപ്ലയർ റേറ്റിലായിരിക്കില്ല നമ്മൾ ഈ നമ്മുടെ സ്റ്റോറിൽ ഉണ്ടായിരിക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള മാർജിൻ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റോറിൽ, നമ്മുടെ ഈ ഒരു ഇ കോമേഴ്സ് സ്റ്റോറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണല്ലോ, നമുക്ക് ലാഭം വേണമല്ലോ. സോ ആ ഒരു എമൗണ്ടിലായിരിക്കും സപ്ലയർ, നമ്മൾ എത്ര എമൗണ്ട് ആണോ, സപ്ലയർ 500 രൂപയ്ക്ക് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏകദേശം 1000 റുപ്പീസിനാണ്, ഒരു 1000 രൂപയ്ക്കാണ് നമ്മളത് വിൽക്കുന്നതെങ്കിൽ സപ്ലയർ ആ ഒരു 1000 റുപ്പീസിനായിരിക്കും കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. മനസ്സിലായോ? അങ്ങനെ സപ്ലയർ അത് നേരെ കസ്റ്റമർക്ക് എത്തിക്കുന്നു. അത് ഡെലിവേർഡ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ കയറുന്നു. സോ അതിൽ നമുക്ക് എന്തൊക്കെ വേണ്ടേ, നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്റ്റോർ വേണം, സപ്ലയർ കണക്ഷൻ വേണം, നമുക്ക് കസ്റ്റമേഴ്സിന് വേണം, സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോർ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഇ കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇ കോമേഴ്സ് മേഖലയിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്വന്തമായൊരു സ്റ്റോക്ക് കീപ്പ് ചെയ്യാതെ നമ്മുടെ ഇ കോമേഴ്സ് സ്റ്റോർ വഴി വരുന്ന ഓർഡേഴ്സ് അത് വേറൊരു സപ്ലയർ നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, അതിൽ നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നില്ല. സപ്ലയർ ആണ് ആ ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആകുമ്പോൾ അതിൻ്റെ ലാഭം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും, ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, ഇതെങ്ങനെയാണ് ഇതാവുന്നത്. അപ്പം ഞാൻ ഇതൊരു സ്ട്രക്ചറായിട്ട് ഞാനൊരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവണമെന്നുള്ളത്. ഓക്കെ, സോ എല്ലാവരും ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ഐക്കൺ ഉണ്ട്, ഈ ഒരു ഐക്കൺ ഉണ്ട്, ഈ ഒരു ഐക്കൺ ഉണ്ട്. സോ ഓരോ ഐക്കൺസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പർ. ഓക്കെ, ഇതാണ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം. ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്, ഷോപ്പിഫൈ ഉണ്ട്, വൂകോമേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്. ഇതാണ് നമുക്ക് ഈ കസ്റ്റമേഴ്സ് വരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് ഓർഗാനിക് സോഷ്യൽ മീഡിയ മെത്തേഡ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മിറ്റ് ആഡ്സ് ചെയ്യും, SEO ആഡ്സ് ചെയ്യും. ഇതൊക്കെ കസ്റ്റമേഴ്സ് വരാനായിട്ടുള്ള മെത്തേഡ്, നമ്മുടെ സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സ് വരാനായിട്ടുള്ള 3 മെത്തേഡുകളാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് മെത്തേഡുകളുണ്ട്, അതിലൊരു 3 മെയിൻ ആയിട്ടുള്ള മെത്തേഡുകൾ കൊടുത്തത്. ഒന്ന് SEO മാർക്കറ്റിംഗ്, ഒന്ന് മിറ്റ് ആഡ്സ്, ഒന്ന് സോഷ്യൽ മീഡിയ ഓർഗാനിക്. സോഷ്യൽ മീഡിയ ഓർഗാനിക് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടന്റുകൾ, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കുന്ന ആ ഒരു മെത്തേഡ്. സോ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സപ്ലയർ ഉണ്ട്, കൊറിയർ അഗ്രിഗേറ്റർ ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, പിന്നെ അതൊക്കെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ഇതൊരു ബ്രീഫായിട്ട് നമുക്കിത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിംഗ് ചെയ്തു, പ്രൊഡക്റ്റ് റിസർച്ച് നടത്തി,
നമ്മൾ ഒരു സപ്ലയറൊക്കെ കണ്ടുപിടിച്ച് ഇതാണ് നമ്മുടെ സപ്ലയർ കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ വ്യക്തിയാണ്, ഈ കാണുന്ന വ്യക്തിയാണ് നമ്മുടെ സപ്ലയർ. ഇപ്പോൾ ഈ മൗസ് പോയിന്റർ തിരിയുന്ന സ്ഥലത്ത്. ഓക്കെ, നമ്മൾ ഈ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് റിസർച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി നമ്മൾ എന്ത് ചെയ്തു, ഒരു വിന്നിങ് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഒരു വിന്നിങ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ആണ് നമ്മുടെ വിന്നിങ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷോപ്പിഫൈ അല്ലെങ്കിൽ വൂകോമേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, ഷോപ്പിഫൈ, വൂകോമേഴ്സ്, വിക്സ്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റോർ ഞാൻ കാണിച്ചത് എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്റ്റോറാണ്, നമ്മുടെ ടീം തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ www.scalery.in എന്നാണ് ആ ഒരു സ്റ്റോറിൻ്റെ പേര്. ഓക്കെ, സോ ഇതിൽ ഏകദേശം നമ്മൾ തന്നെ ഏകദേശം ഒരു 100ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. സ്മാർട്ട് വാച്ച്, ആക്സസറീസ്, ഇതെല്ലാത്തിലും നമ്മൾ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, കൺവാഷർ, ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിൽ പുള്ളിക്ക് ലാഭം 500 രൂപയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, പിന്നെ ഇതിൽ പറഞ്ഞ ഈ വീഡിയോസിൽ തന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ലാഭം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതാണ് എക്സാമ്പിൾ ഓഫ് ഒരു വെബ്സൈറ്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഷോപ്പിഫൈയിലാണ്. ഇതാണ് നമ്മുടെ ഷോപ്പിഫൈയുടെ ഹോം പേജ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഷോപ്പിഫൈയുടെ നമ്മളൊരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ഞാൻ കാണിച്ചു തരാണ്. സോ നമ്മൾ ഷോപ്പിഫൈയുടെ നമുക്ക് സെയിൽസ് കാണാം, നമ്മുടെ അതുപോലെ തന്നെ ലൈവ് വിസിറ്റേഴ്സ് എത്ര പേരുണ്ടെന്ന് കാണാം. ഇത് നമ്മുടെ ഷോപ്പിഫൈ, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ ഒരു ഇതാണ് ഹോം പേജാണ്. സോ ഇതാണ് അതിൻ്റെ അഡ്മിൻ പാനൽ. നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ അഡ്മിൻ പാനൽ ഇതാണ്. ഇതിൽ ഏകദേശം ലാസ്റ്റ് ഇയർ 1 CR അടുത്ത് സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോർ. ഇത് എൻ്റെ പേഴ്സണൽ ഒരു സ്റ്റോറാണ്. ഓക്കെ, സോ ഇതാണ് ഷോപ്പിഫൈ. ഇതുപോലെ തന്നെ വൂകോമേഴ്സിൻ്റെ ഉണ്ട് അഡ്മിൻ പാനൽ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നുള്ളൂ. സോ നമുക്ക് ഈ വീഡിയോയ്ക്ക് വരാം. ഓക്കെ, സോ അതേപോലെ ഈ പറയുന്ന ഷോപ്പിഫൈയിൽ ഇപ്പോൾ ഈ കാണിച്ച പോലത്തെ സ്റ്റോറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി, ഈ കാണിച്ച പോലത്തെ സ്റ്റോർ. ഇതിപ്പോൾ ജനറൽ ഈ പറയുന്ന ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റോറാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി സപ്ലയറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, അത് മറക്കരുത്. നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ സപ്ലയറെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വിന്നിങ് പ്രൊഡക്ട്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി, ഇതാണ് സോഷ്യൽ മീഡിയ, ഐക്കൺസ് ഒക്കെ കണ്ടില്ല സോഷ്യൽ മീഡിയയുടെ. സോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സോ സോഷ്യൽ മീഡിയ വഴി നമ്മൾ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങി. നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി. നമ്മൾ സ്വന്തമായിട്ട് ഓൺ വോയിസ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത്, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്വന്തമായിട്ട് ഓൺ വോയിസ് കണ്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, ഇത് പർച്ചേസ് ചെയ്യണം, നമ്മുടെ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാർ പോസ്റ്റുകൾ ഇടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. ഞാനാണ് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പർ എന്ന് വിചാരിക്കുക, ഞാൻ ചെയ്ത്. അപ്പോൾ എന്ത് ഈ കസ്റ്റമേഴ്സ് എന്തായി, അത് കണ്ട് അട്രാക്റ്റ് ആയി ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലേക്ക് വരുന്നു. നേരെ അത് നമുക്ക് സെയിൽസ് ജനറേറ്റ് ആയി വരുന്നു. മനസ്സിലായോ? കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്റ്റ് കാണുന്നു, അത് സെയിൽസ് ആയിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നു, അത് സെയിൽസ് ആവുന്നു. ദെൻ നെക്സ്റ്റ് മിറ്റ് ആഡ്സ് എന്ന് ഈ ഫേസ്ബുക്ക് ആഡ്സ്. നമ്മൾ ഫേസ്ബുക്ക് ആഡ് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആഡ് കണ്ടിട്ടില്ലേ, ബൈ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. സോ ഇതാണ് ആ ഒരു മിറ്റ് ആഡ്സിന് സംബന്ധിച്ച്. നമ്മൾ മിറ്റ് ആഡ്സ് ഡെയിലി ബഡ്ജറ്റ് ഒരു ചെറിയൊരു എമൗണ്ടിന് നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നു, നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നു, നമുക്ക് നമുക്ക് സെയിൽസ് വന്നു. അതുപോലെ തന്നെ SEO മാർക്കറ്റ് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് SEO ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഫ്രണ്ടിലേക്ക് വരാമെന്നുള്ള ആ ഒരു മേഖലയ്ക്ക് നമ്മൾ എത്തുന്നു. സോ അങ്ങനെ വരുമ്പോൾ നേരെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നു. കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും, നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നു. സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റോർ. മനസ്സിലായ? എക്സാമ്പിളാണ് കാണിച്ചിരുന്നത്, ഇത് സ്റ്റോർ എക്സാമ്പിളാണ് കാണിച്ചിരുന്നത്. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റോറിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നു. ഇതേപോലെ ഡയറക്റ്റ് കയറിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ ഉള്ളത് ആ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. സോ പർച്ചേസ് ചെയ്തു, ഒരു കസ്റ്റമർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കസ്റ്റമർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സെഗ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടുവച്ചിട്ടുള്ള സപ്ലയർ അടുത്തേക്ക് കിടക്കുന്നത്. സോ നമ്മൾ ഈ ഒരു മേഖലയുടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഭാഗത്തേക്ക് കിടക്കുക, ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ എന്താണ്, ഇവിടെ ഉള്ളത് സപ്ലയർ ഉണ്ട്, കൊറിയർ അഗ്രിഗേറ്റർ ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഓർഡർ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഓർഡർ ആണെന്ന് വിചാരിക്കുക. സോ ആ ഒരു സമയത്ത് എന്താവുന്നു, നമ്മൾ ഈ ഒരു ഷോപ്പിഫൈ ആയിട്ട് നമ്മൾ കൊറിയർ കമ്പനിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങളുണ്ട്, KYC കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ഈ ഒരു
നമ്മുടെ സ്റ്റോറായിട്ട് ഈ ഒരു കൊറിയർ കമ്പനികളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പറ്റുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഷിപ്പ് റോക്കറ്റ് അങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ട്. നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ അതുവഴി ഓൾറെഡി സപ്ലയറെ പിക്കപ്പ് അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സപ്ലയറെ വെയർ ഹൗസിന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു കൊറിയർ അഗ്രിഗേറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലേബൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പ്രൊഡക്റ്റിന്റെ. ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഓർഡറാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ സ്മാർട്ട് വാച്ചിന്റെ ആ ഒരു അഡ്രസ്സിക്കുള്ള ലേബൽ സപ്ലയർ ആയിട്ട് ഇതായിട്ടുള്ള ഒരു ലേബൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു കാരണം നമുക്ക് ഈ ഒരു നമ്മുടെ സ്റ്റോർ ഈ ഒരു കൊറിയർ അഗ്രിഗേറ്ററായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു ലേബൽ ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മളത് നേരെ സപ്ലയർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആ ലേബൽ മനസ്സിലായോ? ആ ലേബലും ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ് നമുക്ക് ഇപ്പൊ നേരത്തെ ഓർഡർ വന്നു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലേബൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സപ്ലയർക്ക് അയച്ചു കൊടുത്തു. സപ്ലയർ അത് എന്ത് ചെയ്തു? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേബലിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരുപാട് ലേബൽസ് കാര്യങ്ങളുണ്ട്, അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു കൊറിയർ പോർട്ടലാണ്. സോ അതിൽ നമ്മൾ കാണിച്ചു തരാണ് എങ്ങനെയാണ് ഒരു ലേബൽ നമ്മൾ എടുക്കണമെന്നുള്ളത്. സോ ഇതിൽ ഈ പ്രിന്റ് ലേബൽ എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളൊരു ലേബൽ ജനറേറ്റ് ആയി വന്നു. ഇതാണ് എക്സാമ്പിൾ ഓഫ് എ ലേബൽ. ഇതിൽ എന്ത് ചെയ്ത് ഡെലിവറി ലോജിസ്റ്റിക്സിന്റെ കൊറിയർ കമ്പനിയാണ്. നമ്മൾ അതായിട്ടാണ് വെബ്സൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ ആണ്, ജസ്റ്റ് കാണിച്ച്. അത് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും, പക്ഷെ വരുന്ന വീഡിയോസിൽ ഇത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രാക്കിംഗ് നമ്പർ. ഇത് നമ്മുടെ ഡെലിവറി ലോജിസ്റ്റിക്സിന്റെ വെബ്സൈറ്റ് കയറിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാക്കിംഗ് ഐ ഡി ആക്റ്റീവായിട്ട് കാണാം. സോ ഇതാണ് ലേബൽ. ഇത് പ്രൊഡക്റ്റിന്റെ പേര് എത്രയാണ്? COD ആണ്. COD 1788 രൂപയാണ്. ഇത് കസ്റ്റമറുടെ പേര്, ഇത് റിട്ടേൺ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം. ഇതെന്റെ വെയർ ഹൗസ് അഡ്രസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ ചെയ്യേ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും കൊറിയർ അഗ്രിഗേറ്റർ വഴി. ഇതാണ് നമ്മൾ സപ്ലയർക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഈ ഒരു ലേബലാണ്. മനസ്സിലായോ? സോ അതാണ് ഞാൻ ഈ മേഖലയിൽ ഈ ഒരു കൊറിയർ അഗ്രിഗേറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കൊറിയർ അഗ്രിഗേറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലേബൽ ജനറേറ്റ് ചെയ്യുന്നു. ആ ലേബൽ നമ്മൾ സപ്ലയർക്ക് ഫോർവേഡ് ചെയ്യുന്നു. സപ്ലയർ എന്ത് ചെയ്യുന്നു? സപ്ലയർ അടുത്തേക്ക് കൊറിയർ കമ്പനിക്കാർ വരും. ഇന്നൊരു പിക്കപ്പ് വന്നിട്ടുണ്ട്, ഇന്നൊരു ലേബൽ ജനറേറ്റ് ആയിട്ടുണ്ട്, സോ അതിന്റെ പാഴ്സൽ വേണമെന്ന് പറഞ്ഞ് സപ്ലയർ അടുത്തേക്ക് എന്ത് വരും? കൊറിയർ കമ്പനിക്കാർ വരും. അങ്ങനെ സപ്ലയർ എടുത്തുന്ന ആ ഒരു പാഴ്സൽ സപ്ലയർ അപ്പോൾ ആ ലേബലൊക്കെ പ്രിന്റ് എടുത്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? സപ്ലയർ എന്ത് ചെയ്യും? സപ്ലയർ നേരെ അത് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കും. കസ്റ്റമർ അത് അക്സെപ്റ്റ് ചെയ്യും. കസ്റ്റമർ കൊറിയർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് എന്തായി? നമ്മുടെ കൈക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ലാഭം മുതലടക്കം നമ്മുടെ കൈക്ക് കയറും. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 1200 രൂപയുടെ പ്രൊഡക്റ്റാന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഈ ഒരു പ്രൊഡക്റ്റ് 1200 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത്. കസ്റ്റമർ ഈ ഒരു സപ്ലയർ നമുക്ക് തരുന്നത് 500 രൂപയ്ക്കാന്ന് വിചാരിക്കുക. സപ്ലയർ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു വാച്ച് നമുക്ക് നൽകുന്നത് 500 രൂപയ്ക്കാണ്. സോ നമ്മൾ 1200 രൂപയ്ക്ക് സെല് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളിത് 1200 രൂപയ്ക്ക് സെല് ചെയ്യുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കണം, നമ്മളിത് 1200 രൂപയ്ക്കാണ് നമ്മളിത് വിൽക്കുന്നത്. നമ്മൾ ലേബൽ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ളത് 1200 രൂപയാണ്. സപ്ലയർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് 500 രൂപയ്ക്കാണ്. മനസ്സിലായോ? സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായി? ഈ ഒരു പ്രൊഡക്റ്റ് നേരെ നമ്മൾ ലേബൽ ജനറേറ്റ് ചെയ്തു. ലേബൽ ജനറേറ്റ് ചെയ്തിട്ട് സപ്ലയർ വെയർ ഹൗസിൽ നിന്ന് നേരെ പോയി കസ്റ്റമർക്ക് ഡെലിവേർഡ് ആകുമ്പോൾ 1200 രൂപയാണ് കൊറിയർ ബോയുടെ കയ്യിൽ എന്ത് ചെയ്യുന്നത്? സപ്ലയർ ഈ ഒരു കസ്റ്റമർ പേ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്തായി? നമുക്ക് ഏകദേശം ഇതിൽ 700 രൂപയാണ് നമുക്ക് ലാഭം വരുന്നത്. മനസ്സിലായോ? 700 രൂപയാണ് ഈ ഒരൊറ്റ പ്രൊഡക്റ്റുമ്പോൾ ലാഭം. ഇതിന്റെ കൊറിയർ ചാർജ് ഒരു 100 രൂപ നമുക്ക് വരും. മനസ്സിലായോ? അപ്പോൾ ഏകദേശം 600 രൂപയാണ് ഒറ്റ പ്രൊഡക്റ്റുമ്പോൾ നമുക്ക് ലാഭം വരുന്നത്. നമ്മൾ ഈ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന മിറ്റാഡ്സ്, SEO മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതെല്ലാം ചെയ്ത് നമുക്ക് വരുന്ന ഓരോ ഓർഡേഴ്സിന് നമുക്ക് ഒരു 600-700 രൂപ വെച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. മനസ്സിലായോ? സോ ഈ രീതിക്ക് നമുക്ക് ഡെയിലി ഒരു 10 ഓർഡർ ഡെയിലി വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്രയായി? ഇപ്പോൾ ഇതിൽ 700 രൂപയാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലാഭം, അല്ലെങ്കിൽ 600 രൂപയാണ് ലാഭം കിട്ടുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒരു 10 പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 6000 രൂപയാണ് നമുക്ക് ഒരു ദിവസം നമുക്ക് ലാഭം. വെറും 10 ഓർഡറിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ സ്റ്റോറുകൾ നമ്മുടെ സ്റ്റുഡൻസിന് ഡെയിലി 20 ഓർഡേഴ്സ് കിട്ടുന്നവരുണ്ട്, 30 ഓർഡേഴ്സ് കിട്ടുന്നവരുണ്ട്, 50 ഓർഡേഴ്സ് കിട്ടുന്നവരുണ്ട്. സോ അവരൊക്കെ ഇത് നോക്കി നോക്ക്. ഓക്കെ, സോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു സ്റ്റോർ നമ്മൾ കാണിച്ചു തന്നായിരുന്നു. സോ അതിൽ ഏകദേശം ലാസ്റ്റ് ഇയർ നമുക്ക് ഒരു 1 CR അടുത്താണ് നമുക്ക് ഇതിൽ ഇത് വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് 5-6 ബ്രാൻഡുകൾ നമ്മുടെ സ്വന്തമായിട്ട് തന്നെ ഉള്ളതുണ്ട്.
സോ അതിൽ ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഓഡിയൻസ് വന്നിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് സെയിൽസ് വളരെ കുറവാണ്. ഇന്ന് ആകെ 5000 വന്നിട്ടുള്ളൂ. കാരണം ഇന്ന് എല്ലാം നമ്മൾ ഇതാക്കിയിട്ടേക്ക്. പക്ഷെ ഇന്നലെ നമുക്ക് ഏകദേശം 43,000 അടുത്ത് നമുക്ക് സെയിൽസ് ജനറേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ലാസ്റ്റ് 7 ഡേയ്സ് നമുക്ക് ഈ ഒരു സ്റ്റോർ ഇപ്പോൾ നമുക്ക് നോക്കാൻ സമയം കിട്ടില്ല. ലാസ്റ്റ് 7 ഡേയ്സ് നമുക്ക് ഇത്ര കുറച്ചാണ് സെയിൽസ് വന്നിട്ടുള്ളത്. അതിൽ ഏകദേശം ഈ ഒരു എമൗണ്ട് നമുക്ക് ഓർഡേഴ്സ് ക്യാൻസൽ ആവേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് 90 ഡേയ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 22 lakhs അടുത്താണ് നമുക്ക് ഈ ഒരു സ്റ്റോറിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതുപോലെ ഒരു 3 സ്റ്റോറുകൾ നമുക്കുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റോറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം യൂട്യൂബ് നോക്കി പഠിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. വേറൊരു യൂട്യൂബ് കണ്ടു പഠിച്ചതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ സ്വന്തമായ ഒരു സ്റ്റോറും സ്വന്തമായ ഒരു സ്റ്റോക്കും കീപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് കടക്കുന്ന ഓരോ വ്യക്തികൾക്കും പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് കാര്യങ്ങൾ മെയിൻലി അതിൽ വരുന്നതാണ് നമുക്ക് നമ്മുടെ ചൂസ് യുവർ റൈറ്റ് നെയിം, നമ്മുടെ സ്റ്റോറിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പേര്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേര്, നമ്മൾ ആ ഒരു പേര് ഒരു വെറൈറ്റിയും കാര്യങ്ങളും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റോർ അട്രാക്റ്റീവ് ആവും കാണുമ്പോൾ തന്നെ. സോ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സെയിൽസ് പ്ലാറ്റ്ഫോം ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. ഷോപ്പിഫൈ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെയിൽസ് പ്ലാറ്റ്ഫോം. സോ നെക്സ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പേയ്മെൻറ്റ് ഗേറ്റ് വേ. സോ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ കാണുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് വെച്ചാൽ നിങ്ങൾ റൈസർ പേ, അതുപോലെ തന്നെ ഫോൺ പേ, അങ്ങനെയുള്ള ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ചെക്കൗട്ട് പേജ് കയറി നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം, ആ ഒരു ചെക്കൗട്ട് പേജിൽ നമുക്ക് കാണാം ഈ ഒരു റൈസർ പേ അല്ലെങ്കിൽ ഫോൺ പേ. അത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് വിത്ത് കൊറിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറിയർ അഗ്രിഗേറ്റർ. നമ്മൾ ഇപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ കൊറിയർ അഗ്രിഗേറ്റർ ആയിട്ടുള്ള ഈ പറയുന്ന ഈ ഷിപ്പ് റോക്കറ്റ്, നിംബസ് പോസ്റ്റ്, ഷിപ്പ് യാത്രി, അങ്ങനെയുള്ള ആ ഒരു കൊറിയർ കമ്പനിയായിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് കണക്ട് വിത്ത് കൊറിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് ചൂസിങ് ദി റൈറ്റ് പ്രൊഡക്ട്സ്. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ മേഖല, അത് നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ നോക്കേണ്ടതാണ്. അത് നമ്മൾ പലരും പറയും റൊപ്പോസോ ത്രൂ ചെയ്യാൻ. റൊപ്പോസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റമാണ്. പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ തന്നെ ഏകദേശം $1,000 സ്റ്റുഡൻസിന് ഞാൻ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നതാണ്. സോ അവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊപ്പോസോയിൽ നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റ് അല്ല കസ്റ്റമർക്ക് ഡെലിവേർഡ് ആവുന്നത്. കാരണം റൊപ്പോസോക്കാർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പ്രൊഡക്റ്റുകൾ അയക്കും. പക്ഷേ അത് ഡെലിവേർഡ് ആകുമ്പോൾ അത് വേറെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫൈൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അവരായിട്ടുള്ള ഡീലിംഗ്. മേ ബി ഒരു 95% അല്ലെങ്കിൽ 98% സപ്ലയേഴ്സും ഹിന്ദിക്കാർ അല്ലെങ്കിൽ മറാഠികളാണ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മേ ബി നമ്മൾ ഇന്ത്യ മാർട്ട് വഴിയൊക്കെ പലരും പോയി പല സ്കാമിലും പലരും പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ചെന്ന് ഇന്ത്യ മാർട്ടിൽ പോകും. ഇന്ത്യ മാർട്ടിൽ എന്നിട്ട് ഒരു സപ്ലയർ കണ്ടുപിടിക്കുക, അവർക്ക് പേയ്മെൻറ്റ് അയക്കും, സാധനം പോവില്ല, അല്ലെങ്കിൽ സാധനം ഏതെങ്കിലും കല്ല് വെച്ച് അയക്കും. അവർ പറയും അവർക്കൊന്നും അറിയില്ല എന്ന്. മനസ്സിലായോ? സോ നമ്മൾ നല്ലൊരു സപ്ലയറെ കണ്ടുപിടിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൽ നല്ലൊരു സപ്ലയർ ആയിട്ട് നമുക്ക് നല്ലൊരു ഡീൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള പറ്റും നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ. സോ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കിംഗ് യുവർ ബിസിനസ് ഒഫീഷ്യലാണ്. അതെന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, വാട്സപ്പ് ബിസിനസ് എടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ആണ് വരുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ആഡ്സ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മിറ്റ ആഡ്സ്, പിന്നെ നമ്മുടെ SEO മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതെല്ലാം ഇതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട. സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേര്, നമ്മുടെ സ്റ്റോറിനെ സെലക്ട് ചെയ്യുന്ന പേര്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പല പേരുകൾ ഇടുന്നുണ്ട്. ചിലർ ഈ പറയുന്ന ഈ ഒരു കുടുംബശ്രീ പേരുകളിലെ പോലത്തെ അങ്ങനത്തെ ടൈപ്പ് പേരുകളൊക്കെ ഇട്ടിട്ട് സ്റ്റോറുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേര്, ഒരു ബ്രാൻഡ് എന്ന് തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു പേരുകളൊക്കെ ഇടുക. പലരും ഞാൻ തിളകം.com അങ്ങനെയുള്ളൊക്കെ ഒരു പേരിൽ നമുക്ക് സ്റ്റോറുകളുടെ സജഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രീതിക്ക് തോന്നുന്ന രീതിക്കുള്ള പേരുകളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക്
ആ രീതിക്ക് എന്താ പറയുക, നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? നമുക്ക് ആൾക്കാർ കാണുമ്പോൾ തന്നെ അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നിക്കണം. ഓക്കെ, സോ അത് അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിൻ്റെ സ്വന്തമായിട്ടുള്ള പേര് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ചൂസിങ് ദി സെയിൽസ് പ്ലാറ്റ്ഫോം. സെയിൽസ് പ്ലാറ്റ്ഫോം വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു, നമ്മുടെ തന്നെ ഓൺ ഷോപ്പിഫൈ ആ ഒരു ഹോം പേജ് ഞാൻ കാണിച്ചു തന്നിരുന്നു. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോപ്പിഫൈയിലാണ് നമ്മൾ നമ്മുടെ സ്റ്റോറുകളെല്ലാം റൺ ചെയ്യുന്ന ഷോപ്പിഫൈ ആണ്. അതേ സെയിം സെയിൽസ് പ്ലാറ്റ്ഫോം അതേപോലത്തെ തന്നെയാണ് ഈ വൂകോമേഴ്സും വരുന്നത്. പക്ഷേ ഷോപ്പിഫൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വൂകോമേഴ്സ് ഒന്നുമല്ല. കാരണം ഷോപ്പിഫൈക്ക് ഒരുപാട് പ്ലഗിൻസും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു 1000, 10,000, ലക്ഷങ്ങളോ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഷോപ്പിഫൈക്ക് ഉണ്ട്. ഒരു ബഗ്ഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് വിക്സ് എന്ന് പറയുന്നത്. അതൊരു ഈ ഷോപ്പിഫൈ പോലത്തെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും സെയിൽസ് ചാനൽ കണക്ട് ചെയ്യാനും പറ്റുന്നത്. അതുപോലെ തന്നെ വേർഡ്പ്രസ്. സോ അതിനാണ് നമ്മൾ സെയിൽസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഷോപ്പിഫൈയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. ഇത്രയും സെയിൽസ് പ്ലാറ്റ്ഫോമുകളുണ്ട്. നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കൊറിയർ അഗ്രിഗേറ്റർ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും ഇതിൽ ഈ ഒരു കൊറിയർ അഗ്രിഗേറ്റർ. മനസ്സിലായോ? ഈ ഒരു കൊറിയർ അഗ്രിഗേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കൊറിയർ കമ്പനീസ് അതിൽ ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും കൊറിയർ അഗ്രിഗേറ്ററിൽ. മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിൾ ഈ ഷിപ്പ് റോക്കറ്റ്, അതൊരു കൊറിയർ അഗ്രിഗേറ്റർ ആണ്. അതിൽ മൾട്ടിപ്പിൾ കമ്പനി ഒറ്റ ഇതിൽ നിന്ന് ഒരുപാട് കൊറിയർ കമ്പനികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഓർഡേഴ്സ് അല്ല, നമുക്ക് ഷോപ്പിഫൈയിൽ നമുക്കൊരു ഓർഡർ വന്നു, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഓർഡർ വന്നപ്പോൾ ഷോപ്പിഫൈയിൽ വന്നു, അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലും, ഈ ഒരു കൊറിയർ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിൽ ഓട്ടോമാറ്റിക്കലി അത് വരും. സോ ഈ ഒരു മാർക്കറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കൊറിയർ അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്. സോ ഷിപ്പ് കരവ്, ഷിപ്പ് റോക്കറ്റ്, ഐ തിങ്ക് ലോജിസ്റ്റിക്സ്, പിക്കർ, പിന്നെ അതുപോലെ തന്നെ ഷിപ്പ് യാത്രി, ഇതെല്ലാം ഈ പറയുന്ന രീതിക്കുള്ള കമ്പനികളാണ്. ഇതിൻ്റെ എല്ലാം വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ API, അതുപോലെ തന്നെ ആപ്പുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്റ്റോറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വിത്തിൻ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇ-കോമേഴ്സ് സ്റ്റോറായിട്ട് ഈ കൊറിയർ അഗ്രിഗേറ്റേഴ്സ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവർക്കും കൊറിയർ അഗ്രിഗേറ്റർ എന്താണെന്നുള്ളത് മനസ്സിലായി തോന്നുന്നു. സോ നെക്സ്റ്റ് വരുന്നതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. സോ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ നമുക്ക് കസ്റ്റമർ നമ്മുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യില്ലേ പ്രൊഡക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ വേണം. മേ ബി COD ആയിരിക്കും വാങ്ങുക. സോ പേയ്മെൻറ്റ് ഗേറ്റ്വേ, പേയ്മെൻറ്റ് ഗേറ്റ്വേ കസ്റ്റമർ പേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ പേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് വിചാരിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. ബൈ ഇറ്റ് നൗ അടിക്കില്ല നമ്മൾ. ഈ ബൈ ഇറ്റ് നൗ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോൾ COD മാത്രമാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പേയ്മെൻറ്റ്, ഈ പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേയും കൂടി കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, സോ പക്ഷേ ഒരു 98% ഓർഡേഴ്സ് നമുക്ക് COD ആയിട്ടായിരിക്കും വരിക. പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് പറയാം, നമുക്ക് ഈ ഒരു ഇ-കോമേഴ്സ് മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേസിനെ പറ്റിയിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. ഓക്കെ, സോ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ അടുത്തൊരു വേണ്ടപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് എത്രത്തോളം വെറൈറ്റി ആയിരിക്കുന്നു അത്രത്തോളം സെയിൽസ് ജനറേറ്റ് ആവാൻ, അത് ഓർഡർ ഡെലിവേർഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ, ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സും വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സും. സോ നമ്മൾ അതിൽ തന്നെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ സീസണൽ ട്രെൻഡിങ് പ്രൊഡക്ട്സ് തന്നെ നമുക്ക് നോക്കാം. അതിനൊപ്പം തന്നെ കിച്ചൺ ആൻഡ് ഡൈനിങ് നമുക്ക് നോക്കാം. ഒപ്പം തന്നെ ടൂൾസും പിന്നെ ഹോം ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്ക് ഡെയിലി ലൈഫ് നമുക്ക് ഈസി ആക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സൊക്കെ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള വെറൈറ്റി പ്രൊഡക്ട്സ് നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ വെയർ ഹൗസിലിരിക്കുന്ന കുറച്ച് വിന്നിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം മാർക്കറ്റിലുള്ളതാണ്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതുപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്. സോ സീസണൽ ട്രെൻഡിങ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ വിൻ്റർ സീസണാണ്. ഇപ്പോൾ അത് ഈ വീഡിയോ ചെയ്യുന്ന വിൻ്റർ സീസണിലാണ്. സോ ഈ ഒരു സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി ടൈപ്സ് ഓഫ് ഹീറ്ററുകൾ, മനസ്സിലായോ, ഹീറ്ററുകൾ, ലൈറ്ററുകൾ, അപ്പോൾ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് സെയിൽസ് ഒരു ബൂം കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? സോ വിൻ്റർ സീസണിൽ നമുക്ക് കൂളർ സെല് ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
ചിലർ കണ്ടിട്ടുണ്ട്, ചില വെബ്സൈറ്റ് റൺ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്, ചേട്ടാ ഓർഡേഴ്സ് വരുന്നില്ല. സോ അവർ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാണ് പ്രശ്നം. മനസ്സിലായോ? നമുക്കൊരിക്കലും എന്താ പറയുക, നമുക്ക് ഈ കാശ്മീരിൽ നമുക്ക് പോയിട്ട് ഈ AC സെല് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പോഴത്തെ മാർക്കറ്റ് പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനായിട്ട്. നമ്മളിതിൽ ഏകദേശം ഒരു 1000-ഓളം പ്രൊഡക്ട്സ് നമ്മുടെ തന്നെ സ്റ്റോക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ആ ഒരു പ്രൊഡക്ട്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനൊപ്പം തന്നെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസിൽ നമ്മൾ വരുന്നുണ്ട്. സോ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ സാമ്പിൾ വെബ്സൈറ്റ്, നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. കണ്ടോ, ഈ പറയുന്ന ഇത് കാർ ആക്സസറീസ് ആണ്. ഇത് നല്ല രീതിയിൽ തന്നെ ഈ എന്താ പറയുക, ഈ കാറൊക്കെ നല്ല രീതിയിൽ ഓടിക്കുന്നവർക്ക് ഇതൊക്കെ ഈ രീതിയിലുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിങ്ങനത്തെ ലൈറ്റുകൾ, മനസ്സിലായോ? ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സുകൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 800 റുപ്പീസിനാണ്. ഒരു പുള്ളി വിൽക്കുന്നത് 1776 രൂപയ്ക്ക്, ഏകദേശം ഒരു 100% പ്രോഫിറ്റ് മാർജിനിലാണ് ഈ പുള്ളി വിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് ഒരു ആക്സസറീസിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. കണ്ടോ, ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. ഓക്കെ, സോ ഈ പ്രൊഡക്റ്റുകളൊക്കെ ചെക്ക് ചെയ്യുക എല്ലാവരും. ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ് സെല്ലർ ടു ഡ്രോപ്പ് ഷിപ്പർ കണക്ഷൻ. നമ്മൾ ഞാനൊരു സെല്ലറാണ്, ഞാൻ ഒരു സപ്ലയറാണ്. ഓക്കെ, സോ ഒരു ഡ്രോപ്പ് ഷിപ്പറായിട്ട് നമ്മളൊരു കോണ്ടാക്ട് വരുമ്പോൾ ആളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയ ഒരു പ്രൊഡക്റ്റ്, അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറയുകയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് റൺ ചെയ്യരുത്, ഇത്രയാണ് കറന്റ് സ്റ്റോക്ക് ഉള്ളൂ. സോ ആഡ് റൺ ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഓർഡർ വെറുതെ വേസ്റ്റ് ആവും. സോ ആ ഒരു രീതിയിലുള്ള ഞാനും ആ ഒരു സപ്ലയറും ഡ്രോപ്പ് ഷിപ്പറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ഇ കോമേഴ്സ് ബിസിനസ്സിൽ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു കസ്റ്റമറുടെ ഓരോരോ കാര്യങ്ങളും മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ അപ്ഡേറ്റഡ് മീൻസ് കറക്റ്റായിട്ട് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യുക, പ്രൊഡക്ട്സുകൾ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യുക. നമ്മൾ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു സെല്ലറെ കണ്ടുപിടിക്കാനായിട്ട്. പലരും ഇന്ത്യ മാർട്ട് ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യ മാർട്ടിൽ പോയിട്ട് സപ്ലൈമാരെ കണ്ടുപിടിക്കും. പലർക്കും ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മേഖലയിൽ. എന്നാലും നമ്മൾ അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ഇതിൽ ഏകദേശം ഞാനൊരു 5 കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒത്തുവരുന്ന ഒരു സപ്ലയറാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഒന്ന് ക്വാളിറ്റി, ഒന്ന് കമ്മ്യൂണിക്കേഷൻ, ദെൻ കസ്റ്റമർ സർവീസ്, ദെൻ റിലയബിലിറ്റി, ദെൻ ഡെലിവറി. ഓക്കെ, സോ ഈ രീതിക്കും എല്ലാം ഒത്തുവരുന്നൊരു ഒരു സപ്ലയറെ വേണം നമ്മൾ നമ്മുടെ ഇതിലേക്ക് മീറ്റ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ്. നമ്മുടെ ഇ കോമേഴ്സ് സ്റ്റോറിൻ്റെ നമ്മുടെ സ്വന്തം വെബ്സൈറ്റിൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബിസിനസ് വാട്സപ്പ് എടുക്കണം. നമ്മൾ ആ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു സ്റ്റോറ് പ്രോപ്പർലി ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് പോലെ ആയി മാറുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇതൊന്നുമില്ല, സോഷ്യൽ മീഡിയയിലൊന്നും കാണില്ല. അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഡൗട്ട് തോന്നും, ഈ ഒരു ബ്രാൻഡ് ഉള്ളതാണോ, സ്കാമിംഗ് ആണോ ഇനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും. അപ്പം നമ്മൾ മാക്സിമം സോഷ്യൽ മീഡിയ പ്രസൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നതിന് പുറമെ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യാണ്. ട്രസ്റ്റിലാണ് ബിസിനസ്, ട്രസ്റ്റ് മേക്ക് എ ബിസിനസ് എന്നാണ്. മനസ്സിലായോ? സോ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ മാർക്കറ്റിംഗ്. നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട വേറൊരു മേഖലയും കൂടിയാണ് മാർക്കറ്റിങ്ങിൽ 2 ടൈപ്പ് മാർക്കറ്റിംഗ്. ഒന്ന് പെയ്ഡ് ട്രാഫിക്, ഒന്ന് ഫ്രീ ഓർഗാനിക് ട്രാഫിക്.
മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഫ്രീ ഓർഗാനിക് ട്രാഫിക്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള ഫ്രീ ഓർഗാനിക് ട്രാഫിക്. അതിൽ മെയിനായിട്ട് വരുന്ന ഈ ഇൻസ്റ്റാഗ്രാം, ഈ ഫേസ്ബുക്ക് പടി നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ SEO മാർക്കറ്റിംഗ് അല്ല, നമ്മളിവിടെ സ്റ്റുഡൻസിനെല്ലാം നമ്മൾ തന്നെയാണ് SEO കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ വരെയുള്ള ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം നമ്മൾ തന്നെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും. സോ ഫ്രീ ഓർഗാനിക് ട്രാഫിക്കാണ് മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം. അതിൻ്റെ ഒപ്പം തന്നെയാണ് കൊണ്ടുപോകേണ്ട, ഇനീഷ്യലി നമുക്കൊരു ബെറ്റർ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുന്നതാണ് പെയ്ഡ് ട്രാഫിക്. സോ പെയ്ഡ് ട്രാഫിക് ആയിട്ട് FB ആഡ്സ് ഉണ്ട്, ഗൂഗിൾ ആഡ്സ് ഉണ്ട്, നേറ്റീവ് ആഡ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസർ പ്രൊമോഷൻസ് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസിഫൈഡ് ആഡ്സ് നമുക്ക് ചെയ്യാം. സോ അതിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ മിറ്റ് ആഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത്. സോ മെയിൻലി നമ്മൾ ഫ്രീ ഓർഗാനിക് ട്രാഫിക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പെയ്ഡ് ട്രാഫിക്കും ചെയ്യുക. പെയ്ഡ് ട്രാഫിക് ഒരു പെർ ഡേ ഒരു 200-300 റുപ്പീസിൽ നമുക്ക് ബഡ്ജറ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ, മിറ്റ് ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്കൊരു 10 ഓർഡർ, ഒരു 6-7 ഓർഡർ എന്തായാലും വരും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് ഏറ്റവും വലിയ ഒരു മേഖല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് ആണ്. എത്രയാണ് നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ റൺ ചെയ്യാനും ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസ് ആണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിൽ നമുക്ക് ഷോപ്പിഫൈയുടെ ഒരു ചാർജ് വരുന്നുണ്ട്. ഷോപ്പിഫൈ ഫസ്റ്റ് മന്ത് ഫ്രീ ആണ്. സോ അതിനുശേഷം നമുക്ക് മന്ത്ലി 1900 റുപ്പീസാണ് നമുക്ക് മന്ത്ലി ചാർജ് വരുന്നത്. അത് നമുക്ക് പേ ചെയ്യുന്നല്ല, അത് ആ ഒരു ഷോപ്പിഫൈ പാനലിൽ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് വരുന്നത്. സോ അത് കഴിഞ്ഞ് വരുന്നത് അഡ്വർടൈസ്മെന്റ് ചാർജാണ്. നമുക്ക് ആഡ്സ് ത്രൂ അഡ്വർടൈസ്മെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള, ഇപ്പം നിങ്ങളുടെ ഒരു സ്റ്റോറിനെ ആഡ്സ് റൺ ചെയ്യണം. അപ്പോൾ ആ രീതിക്ക് മിറ്റ് ആഡ്സിക്ക് പോകുമ്പോൾ ഡെയിലി ബഡ്ജറ്റ് ഉണ്ട്. ഡെയിലി ഒരു 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ആഡ്സ് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് സ്കെയിലപ്പ് ചെയ്ത് ഇപ്പോൾ 10,000-നും 20,000-നും ആഡ്സ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡെയിലി ബഡ്ജറ്റിൽ. അവർ ലക്ഷങ്ങളും കോടികളും സെയിൽസ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതിനുശേഷം അടുത്ത വരുന്ന ചിലവാണ് ഡെലിവറി ചാർജ്. നമുക്കൊരു കൊറിയർ അയക്കാനായിട്ട് വരുന്ന ഡെലിവറി ചാർജ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസ്, നമുക്ക് സ്റ്റോക്ക് ഒരു ഓർഡർ വരുമ്പോൾ സപ്ലയർക്ക്, നമുക്ക് സപ്ലയറിൽ നിന്ന് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് സപ്ലയർക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട്. ദെൻ RTO ചാർജ്, നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ വരുമ്പോൾ വരുന്നൊരു ചാർജ്. നമ്മൾ മെയിൻലി RTO മാനേജ് ചെയ്യണം. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ RTO എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പറ്റിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ വരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ഈ ഒരു ഇ-കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേര് കണ്ടുപിടിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സെയിൽസ് പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്ന സെയിൽസ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. അതിൻ്റെ ഒപ്പം തന്നെ കൊറിയർ അഗ്രിഗേറ്ററെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അത് നമ്മൾ കണക്ട് ചെയ്യണം. സോ അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് വേണം. അത് നമ്മൾ വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ ഒരു പ്രൊഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് നമ്മളും ഡ്രോപ്പ് ഷിപ്പറും സപ്ലൈയും തമ്മിലുള്ള കണക്ഷൻ, അത് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. ദെൻ നമ്മുടെ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നമ്മൾ സോഷ്യൽ മീഡിയാസിലെല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള ട്രസ്റ്റ് നമ്മൾ കൊണ്ടുവരണം. സോ നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം, പേ ട്രാഫിക് ചെയ്യണം, അതിനകത്ത് ഫ്രീ ഓർഗാനിക് ട്രാഫിക് ചെയ്യണം. സോ അതെല്ലാം ഈ പറയുന്ന ഓരോ ടോപ്പിക്കുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ വീഡിയോസ് വരുന്നുണ്ട്. സോ അതിനൊപ്പം തന്നെ നമുക്ക് മെയിനായിട്ട് അടുത്ത് സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഈ എക്സ്പെൻസ്, ഡെയിലി ഡ്രോപ്പ് ഷിപ്പിംഗ് അതിൻ്റെ എക്സ്പെൻസുകൾ വരുന്നത്. ഓക്കെ, സോ നമുക്ക് എത്ര ഒരു ഓർഡർ വന്നാലും, വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, വിട്ടുപോയൊരു കാര്യം, നമ്മൾ എത്ര ഓർഡർ വന്നാലും നമ്മൾ ഡെയിലി ലാഭത്തിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ക് എഴുതി വെക്കണം. അല്ലെങ്കിൽ എക്സൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഡെയിലി ഇത്ര ഓർഡർ വന്നു, അതിൽ ഇത്ര റിട്ടേൺ ആയി, ഇത്ര ഡെലിവേർഡ് ആയി, സോ ഇന്നത്തെ ദിവസം ഇത്ര രൂപയാണ് ലാഭം. സോ അങ്ങനെ നോട്ട് ചെയ്ത് പോയാലും നമുക്കൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ഇതിൽ നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത് നമ്മുടെ ഒരു സ്റ്റോറിൽ തന്നെ നമുക്ക് ഏകദേശം ലാസ്റ്റ് 90 ഡേയ്സിൽ 22 lakhs സെയിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. സോ അതിൽ നമുക്ക് ഏകദേശം 5 lakhs റിട്ടേൺ കണ്ടോ. ഈ റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസൽഡ് ഓർഡേഴ്സ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് പ്രോപ്പർലി ഓരോ ഓർഡേഴ്സ് വരുമ്പോൾ വിളിച്ച് ആ കസ്റ്റമർ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും കാരണവശാൽ കോൾ എടുക്കാതെ വരുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഓർഡേഴ്സ് ആണ്. എന്നിട്ട് നമ്മൾ കൺഫേം ആയിട്ടുള്ള ഓർഡേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നിന്ന് കൊറിയർ അയക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒരു വിന്നിങ് പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ നമ്മളിൽ നല്ല രീതിയിൽ സെല്ലായി പോയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്റ്റോർ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലും വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇതേപോലത്തെ റിസൾട്ടുകൾ നിങ്ങൾക്കും ജനറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, മനസ്സിലായോ. സോ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ ആ രീതിയിൽ കറക്റ്റ് കാര്യങ്ങൾ പഠിച്ച് ആ രീതിയിൽ കറക്റ്റ് നല്ലൊരു സപ്ലയറിങ് കോൺടാക്റ്റ് ആക്കി നല്ല രീതിയിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇ-കോമേഴ്സ് ജേർണിയിൽ നിങ്ങൾ സക്സസ് ആവും.
ഞാൻ ഗ്യാരണ്ടി പറയാം. അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെയർ ഹൗസിൽ ഒരു സപ്ലയർ വെയർ ഹൗസിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഷിപ്പർക്ക്. അതുപോലെ തന്നെ ഓരോ നമുക്ക് 2 ബാച്ചായിട്ടാണ് കൊറിയർ കമ്പനീസ് വരിക, രാവിലെ ഈവനിങ് ആയിട്ട് വരിക. അപ്പോൾ അവരെ ഇപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ ഇവിടെ തന്നെ ഏകദേശം കുറച്ച് പാഴ്സലുകൾ പെൻഡിങ് ഇരിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് പ്രോപ്പർലി നമ്മൾ സെൻഡ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ് ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ലൈവ്ലി കാണിച്ചു തന്നിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സപ്ലയർ വെയർ ഹൗസിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ മാനേജ് ചെയ്ത് എങ്ങനെയാണ് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു മെത്തേഡ് ഞാൻ ഡയറക്റ്റ് തന്നെ കാണിച്ചത്. ഓക്കെ, നിങ്ങൾ ഈ പാഴ്സലുകളൊക്കെ കേട്ടോ, ഈ പാഴ്സലുകളെല്ലാം ഇന്നത്തെ ഈവനിങ് ബാച്ചിൽ പോവാനുള്ള പാഴ്സലുകളാണ്. ഇതൊക്കെ നമ്മുടെ ഓൺ സ്റ്റുഡൻസിന്റെ പാഴ്സലുകളാണ്. സോ ഇതിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു പ്രൊഡക്റ്റ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പോകുന്നത് 700 റുപ്പീസിനാണ്. COD ആയിട്ടാണ് പോകുന്നത്, 700 റുപ്പീസിനാണ് പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 200 റുപ്പീസിനാണ്. മനസ്സിലായി? അപ്പൊ ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റുമേ ഒരു 500 രൂപയാണ് നമ്മുടെ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പർക്ക് ലാഭം വരുന്നത്. സോ അതേപോലെ ഏകദേശം ഒരു 1000-ഓളം പ്രൊഡക്റ്റുകൾ നമ്മുടെ ഓൺ സ്റ്റോക്ക് ആയിട്ട് തന്നെയുണ്ട്. ഇതിപ്പോ എക്സാമ്പിൾ ഞാൻ നേരത്തെ വെബ്സൈറ്റിൽ സ്കാലറിയിൽ കാണിച്ചു തന്ന ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഗണ്ണ്, വാട്ടർ ഗണ്ണ്, ഇത് ഏകദേശം നമ്മളൊരു 800 റുപ്പീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഡ്രോപ്പ് ഷിപ്പേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഈസിലി നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരു 2500 റുപ്പീസ് നിങ്ങൾക്ക് ഈസിലി സെല് ചെയ്യാൻ പറ്റും. അതേപോലെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഉണ്ട്, ഇഷ്ടംപോലെ. ഇതൊരു മിനി ഡ്രോൺ ആണ്. സോ ഇത്രയുള്ള വരുന്നത് ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പാക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും ഒരു സപ്ലയർ വെയർ ഹൗസിൽ നടക്കുക. നമ്മളിവിടെ ഓരോരുത്തരുടെ ID വെച്ചിട്ട് ഇവിടെ പാക്ക് ചെയ്യും. കണ്ടോ, ഇതൊരു ID ആണ്, ഇത് ആമസോൺ ആണ്, ആമസോൺ പിക്കപ്പ് ആണ്. സോ ഇങ്ങനെ ഓരോ IDയിൽ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെക്കും. അതേപോലെ ഇതിന്റെ ഫോട്ടോസ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പേഴ്സിന് അയച്ചു കൊടുക്കും. അതിനൊപ്പം തന്നെ നമ്മൾ പ്രോപ്പർലി RTOയും കൂടി മാനേജ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ വരുന്ന പ്രൊഡക്ട്സ് നമ്മൾ തന്നെയാണ് ഇവിടെ നിന്ന് കീപ്പ് ചെയ്യുന്നത്. സോ ഈ രീതിക്കാണ് ഒരു സപ്ലയർ വെയർ ഹൗസിൽ കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നത്. സോ ഓക്കെ, സോ ഗൈസ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഇപ്പോൾ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ മെയിനായിട്ട് നമ്മളൊരു സ്റ്റോർ കാണിച്ചു തന്നിരുന്നു. 1 CR നമുക്ക് ടേൺ ഓവർ, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അതേ സെയിം സെയിൽസ് ടെക്നോളജിയാണ് നമ്മൾ എല്ലാവർക്കും, നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും നമ്മുടെ ഡൗട്ട് ചോദിച്ചു വരുന്ന ആർക്കാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം വെയർ ഹൗസിൽ നിന്ന് ഏകദേശം 1000-ഓളം വിന്നിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടുന്ന് പാക്കിംഗ് ഉണ്ട്, ഒപ്പം തന്നെ ഡെയിലി നമ്മുടെ ഡ്രോപ്പ് ഷിപ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു വെയർ ഹൗസിൽ, ഒരു സപ്ലയർ വെയർ ഹൗസിൽ പ്രൊഡക്റ്റുകളെല്ലാം മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്ത് അയക്കുക. സോ എല്ലാവർക്കും ഈ വീഡിയോ ഏകദേശം ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെയുള്ള വീഡിയോസിന്, ഇ-കോമേഴ്സ് കണ്ടൻറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡയറക്റ്റ് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാം. സോ ഞാൻ തന്നെ ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്.